18-ാം തീയതി നിങ്ങൾ കൊട്ടിയത്തുള്ള ആശ്രമത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ശരിയാണ്. രാത്രി നിങ്ങൾ അവിടെ തന്നെയാണ് ഉറങ്ങിയിട്ടുള്ളതും. അതും അവിടുത്തെ രജിസ്റ്ററിലുണ്ട്. പക്ഷെ നിങ്ങൾ അവിടെ എത്തുന്നത് രാത്രി 9 മണി അടുപ്പിച്ചാണ്. 8:40 അറൈവൽ ടൈം. ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പോയി എന്ന് പറയുന്നു. 2 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നിങ്ങൾ നോർമൽ കോഴ്സിൽ 5 മണിക്ക് അവിടെ എത്തണം. ഏറിയാൽ 6. വഴിയിൽ ബസ് കേടായെന്നോ ആക്സിഡന്റ് ആയെന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ എനിക്ക് പിന്നെ ട്രാൻസ്പോർട്ട് ഓഫീസിൽ കയറി ഇറങ്ങി അതും വെരിഫൈ ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. കൂടുതൽ മെനക്കെടുത്തണമെന്നില്ലെങ്കിൽ ഞങ്ങൾ കള്ളം പറയില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ളവരാണ്. അത് ഞങ്ങളുടെ നിയമാവലിയിലെ ഒരു പ്രധാന നിബന്ധനയാണ്. വഴിക്ക് അങ്ങനൊരു ട്രാഫിക് പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം 5 മണി മുതൽ രാത്രി 9 മണി വരെ സിസ്റ്റർ എവിടെയായിരുന്നു എന്ന് പറയേണ്ടി വരും. യു വിൽ ഹാവ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് ആബ്സെൻസ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് സന്ധ്യയ്ക്ക് 6 മണിക്കും രാത്രി 8 മണിക്കും ഇടയിലാണ് ഹരികൃഷ്ണന്റെ മർഡർ നടന്നിട്ടുള്ളത്. 6-നും 9-നും ഇടയ്ക്കുള്ള ആ സമയം, ആ ക്രൂഷ്യൽ 3 മണിക്കൂർ സിസ്റ്റർ എവിടെയായിരുന്നു എന്ന് പറഞ്ഞേ നോക്കൂ. അതെന്റെ ഒരു പേഴ്സണൽ അഫെയർ ആണ്. പറയാൻ നിവൃത്തിയില്ല. ഈ കത്ത് നിങ്ങൾ എഴുതിയതല്ലേ? അല്ലേ? അല്ല. പക്ഷേ ആ കൈയക്ഷരം ഭഗനിക്കറിയാമല്ലോ. ഇതാരെഴുതിയതാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അറിയാം. ആരാണ്? അത് ഞാൻ പറയില്ല. ഈ ചപ്പൽ നിങ്ങളുടെ അല്ലേ? അല്ല, ഞങ്ങൾ ഇത്തരം ചപ്പൽസ് ഉപയോഗിക്കാറില്ല. പക്ഷേ ഈ ചെരുപ്പ് നിങ്ങൾ എവിടെയോ കണ്ടിട്ടില്ലേ? ഓർത്തു നോക്കൂ, ഇതുമാതിരി ചപ്പൽ ആരുടെ കാലിലാ കണ്ടിട്ടുള്ളത്? ഈ പറഞ്ഞ ദിവസം 6-നും 9-നും ഇടയ്ക്ക് നിങ്ങൾ യാദൃച്ഛികമായിട്ട് കണ്ടുമുട്ടിയ ആരുടെയെങ്കിലും കാലിൽ ഈ ചപ്പൽ കണ്ടിരുന്നോ? കണ്ടിട്ടില്ലേ? കള്ളം പറയില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള ഒരു സന്യാസിയാണ് നിങ്ങൾ. ഈ ചപ്പൽ ആരുടെ കാലിലാണ് കണ്ടതെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഉണ്ട്. എങ്കിലത് ആരുടെ കാലിലായിരുന്നു? ക്ഷമിക്കണം, ഞാനത് പറയില്ല. നിങ്ങളെപ്പോലെ ഒതുങ്ങിയ ജീവിതം നയിക്കുന്ന ഒരു ഇൻഡിവിജ്വലിനെ ഇതുമാതിരി ഒരു കേസിലേക്ക് വലിച്ചുകൊണ്ട് പോകണം എന്നെനിക്ക് തീരെ താല്പര്യമില്ല. സത്യത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കണേ എന്നുപോലും എനിക്ക് പ്രാർത്ഥനയുണ്ട്. കൊല നടന്ന മുറിയിൽ നിന്നും സറൗണ്ടിങ്സിൽ നിന്നും കിട്ടിയതാണ് ഈ ചപ്പലും പിന്നെ ഒരു കർച്ചീഫും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലീസ്, എന്നെ ഇത് കാണിക്കണമെന്നില്ല. ഇത് രണ്ടും ആരുടേതാണോ ആ ആളാണ് കൊലയാളി എന്നുള്ള വ്യക്തമാണ്. അത് ആരുടേതാണെന്ന് നിങ്ങൾക്കറിയാം. അറിഞ്ഞിട്ട് നിങ്ങൾ അത് ഒളിക്കുന്നു. ഡിസിസീവായ അന്നത്തെ ആ 3 മണിക്കൂർ നിങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിനും കറക്റ്റായിട്ടൊരു മറുപടി പറയുന്നില്ല. കേസ് അന്വേഷിക്കുന്ന ആൾ എന്ന നിലയിൽ എനിക്ക് ആ മറുപടി കിട്ടിയേ പറ്റൂ. അത് ഞാൻ സിസ്റ്ററിനെ കൊണ്ട് പറയിക്കും. നിങ്ങൾക്ക് എന്നെ കൊണ്ടത് പറയിക്കാൻ സാധ്യമല്ല. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി. കാരണം എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഞാൻ കസ്റ്റഡിയിൽ എടുക്കുന്ന വ്യക്തി നിങ്ങളായിരിക്കും. ഒരു ഫിലിം ഡയറക്ടറുടെ മർഡറുമായി ബന്ധപ്പെട്ട് ഒരു സന്യാസിനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് പത്രക്കാർക്ക് അതൊരു ഫീസ്റ്റായിരിക്കും. പക്ഷെ എന്തോ എനിക്കത് ഇഷ്ടമല്ല. കാരണം നിങ്ങളാണ് ഇത് ചെയ്തതെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് കൊലയാളെ അറിയാം. എനിക്ക് നല്ല ഉറപ്പുണ്ട്. സത്യത്തിൽ എനിക്കറിയില്ല. സിസ്റ്റർ പോലീസ് കസ്റ്റഡിയിലാവുമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പത്രക്കാരെ പറ്റി. അത് സിസ്റ്റർക്കും ഈ ആശ്രമത്തിനും മൊത്തമായിട്ടും ഒക്കെ വല്ലാത്ത ചീത്തപ്പേരുണ്ടാക്കും. അതിനെക്കുറിച്ച് താങ്കൾ ബോധറിയണമെന്നില്ല. എങ്കിൽ ഈ മൊമെന്റ് മുതൽ സിസ്റ്റർ അറസ്റ്റിലാണ്. യു ആർ ഇൻ അവർ കസ്റ്റഡി. അമ്മേ അമ്മേ, ഇത് കണ്ടോ? സിസ്റ്റർ ആന്റി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതെങ്ങനെ പാർവതി ഇതുമായിട്ട്? അമ്മ ഒന്ന് അനിലിന്റെ ചേട്ടനെ വിളിച്ച് ചോദിച്ചേ. പുള്ളിയാ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആരോ ഇതിന്റെ പുറകില്
അന്നസരികൾ കളിക്കുകയാണ്. ചിലപ്പോ ആ മിഷന് ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി വേറെ ഏതോ റിലീജിയസ് ഗ്രൂപ്പ് നടത്തുന്ന മാനിപ്പുലേഷൻസ്. അമ്മ ഒന്ന് ഫോൺ ചെയ്ത് പറയൂ, ആന്റി നമുക്കറിയാവുന്ന. അത് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിന്റെ പിന്നാലെ തൂങ്ങേണ്ടി വരും. പോലീസുകാരാണെങ്കിൽ ആകെ ഹെൽപ്ലെസ് ആയിട്ട് നാണം കെട്ട് നിൽക്കുക ഈ കേസിന്റെ പേരിൽ. നമ്മൾ എന്തിനു ആവശ്യമില്ലാതെ. ആന്റി ആശ്രമംകാര് ഇതിനോടകം തന്നെ ജാമ്യത്തിൽ ഇറക്കി കാണും. അത് ഞാൻ അന്വേഷിച്ചോളാം. അമ്മേ പ്ലീസ്, അനിലിന്റെ ചേട്ടനെ ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കൂ. എനിക്ക് രാവിലെ ഇവിടെ സ്പെഷ്യൽ ക്ലാസ്സിന് കുട്ടികൾ വന്നിരിക്കുക. അന്നേരത്താ. സരസ്വതമ്മേ, ഞാൻ ഇറങ്ങുന്നു. നീ വല്ലതും കഴിച്ച് കോളേജിൽ പോകാൻ നോക്കൂ. ഹലോ. ഹലോ, യെസ്. ശില്പയാണ്. ഞാനിത് ആരാന്ന് വിചാരിച്ചു. അനി ഇവിടെ ഇല്ലല്ലോ. അവന്റെ ഇപ്പൊ കോളേജിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. ഓ, ചേട്ടനവിടെ കാണോ? ആര്, ഞാനോ? എന്തേ? ഞാനും പുറത്തിറങ്ങാൻ തുടങ്ങായിരുന്നു. എന്താ കാര്യം, പറഞ്ഞോളൂ. എനിക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യോ? എനിക്ക് ചേട്ടനെ കണ്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ബുദ്ധിമുട്ടാവോ? ഞാൻ ഉടനെ വരാം. പെട്ടെന്ന് വരണം. അതെ. കുട്ടി ആ ആശ്രമത്തിൽ പോയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ അവരുമായിട്ട് പരിചയം? സിസ്റ്ററിന്റെ അമ്മയുടെ ഫ്രണ്ടാണ്. ഫ്രണ്ട് എന്ന് പറയുമ്പോ? അമ്മയ്ക്ക് ആകെയുള്ള ഒരേ ഒരു ഫ്രണ്ട് എന്ന് പറയാവുന്നതും സിസ്റ്ററിന്റെ തന്നെയാ. ആന്റി എനിക്ക് നന്നായി അറിയാം. അവരെ ഇത് സംശയിക്കുന്ന പോലും ക്രൂവലാണ്. അത്രയ്ക്ക് പാവാ സിസ്റ്റർ ആന്റി. പക്ഷെ തെളിവുകൾ മുഴുവൻ അവർക്കെതിരാണ് കുട്ടി. മർഡർ നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ സാധനങ്ങൾ ആരുടേതാണെന്ന് അവർക്കറിയാം. പക്ഷെ അത് ആരുടേതാണെന്ന് പറയാൻ അവർ കൂട്ടാക്കുന്നില്ല. അതെന്തോ, പക്ഷേ ആ മനുഷ്യനുമായിട്ട് ആന്റിക്ക് യാതൊരു കണക്ഷനും ഇല്ല. ഒരു കണക്ഷനും ഇല്ല. എനിക്കറിയാം. കുട്ടിക്ക് അതെങ്ങനെ അറിയാം? എനിക്കറിയാം. ഹരികൃഷ്ണന് ഒരുപാട് സ്ത്രീകളുമായിട്ട് പല വിധത്തിലുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. കാണാൻ ഭംഗിയുള്ള സ്ത്രീകൾ അയാൾക്കൊരു വീക്ക്നെസ് ആയിരുന്നു. ഒന്നുമില്ല. നിങ്ങൾ വല്ലതും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ആരും ഒന്നും കണ്ടിട്ടില്ല. എല്ലാവർക്കും എല്ലാം അറിയുകയും ചെയ്യാം. മഞ്ഞപത്രങ്ങൾ എഴുതി വിടുന്നത് അതുപടി റിപ്പീറ്റ് ചെയ്യാം. നിങ്ങളെല്ലാം, നിങ്ങളും എന്റെ അമ്മയും എന്റെ ഫ്രണ്ട്സും എല്ലാം. അദ്ദേഹം അതൊന്നും ആയിരുന്നില്ല. ഹി വാസ് സോ ഗ്രേറ്റ്, ജെന്റിൽ. കുട്ടിക്കും അയാളെ അറിയാമായിരുന്നോ? അറിയാമായിരുന്നു. എങ്ങനെ? പണ്ടു മുതലേ അറിയാമായിരുന്നു. പണ്ട് മുതലെന്ന് പറയുമ്പോ? നേരിട്ട് പരിചയപ്പെടുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഫാനായിരുന്നു. അദ്ദേഹത്തിന്റെ ബുക്കുകൾ, ഫിലിമുകൾ എല്ലാം എനിക്ക് എന്നും കാണാപ്പാടമാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹം താമസിക്കുന്ന ഈ സിറ്റിയിലേക്ക് അമ്മയ്ക്ക് പ്രൊഫസറായി പ്രൊമോഷൻ ട്രാൻസ്ഫർ ആയിട്ട് വന്ന ആ ദിവസം തൊട്ട് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹവുമായി ഒന്ന് പരിചയപ്പെടണമെന്ന്. മരച്ചില്ലകൾ എവിടെയെങ്കിലും വെച്ച് കൂട്ടിത്തൊടുമായിരിക്കും. ഒരേ തടിയിൽ നിന്ന് പോകുന്നത് കൊണ്ട് നിവൃത്തിയില്ലല്ലോ. ഓടിമാറാൻ പറ്റുമല്ലോ. ഒന്ന് പറഞ്ഞു കൊടുക്കുകയും പറയുന്നതിന് അർത്ഥം എന്താണെന്ന് പറഞ്ഞിട്ട് പറ. മരച്ചില്ല ഓടി മാറുമോ? സോറി സർ, ഓടിമാറാൻ പറ്റില്ലല്ലോ. ഓടിമാറാൻ പറ്റില്ലല്ലോ. ഓടിമാറാൻ പറ്റില്ലല്ലോ. 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 നമ്പർ മരച്ചില്ലകൾ എവിടെയെങ്കിലും വെച്ച് കൂട്ടിത്തൊടുമായിരിക്കാം. ഒരേ തടിയിൽ നിന്ന് ചെന പൊട്ടി പോകുന്നത് കൊണ്ട് അവയ്ക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. ഓടിമാറാൻ പറ്റില്ലല്ലോ. ശരി, ചെയ്യാൻ പാടുള്ള തെറ്റാണ് ഞാൻ ചെയ്തത്. അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുമാണ്. തെറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അച്ഛൻ അതൊരു വലിയ ഇഷ്യൂ ആക്കിയെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അമ്മാവൻ അങ്ങനെയൊക്കെ പറയും. മൂപ്പർക്ക് പണ്ട് എന്നെ കണ്ടുകൂടാ. ശ്രീയേട്ടനെല്ലാം കളി. ഓക്കെ. നീ ചൊല്ലു. എന്റെ മോ, എനിക്ക് വയ്യ. എക്സ്ക്യൂസ് മീ സർ, ഓട്ടോഗ്രാഫ് പ്ലീസ്. എന്താ കുട്ടിയുടെ പേര്? ശില്പ.
താങ്ക് യു സർ. ഇനി എന്താ വേണ്ടത്? സാറിനെ വർക്ക് ചെയ്യുന്നിടത്ത് വന്ന് ഡിസ്റ്റർബ് ചെയ്യാന്ന് വിചാരിക്കരുത്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞങ്ങളുടെ കോളേജിലൊരു ഫംഗ്ഷന്. എനിക്ക് എപ്പോഴേ തോന്നി നിന്ന് പരിങ്ങുന്ന കണ്ടപ്പോ. സോറി. താരങ്ങൾ ആരെങ്കിലും വിട്ടുവരാം. എപ്പോഴാ എന്താന്നൊക്കെയുള്ള വിവരം എന്റെ അച്ഛനോട് പറഞ്ഞാൽ ആരെ വിട്ടുവരാൻ പറ്റുന്ന അയാൾ പറയും. അവരെ ആരും ഞങ്ങൾക്ക് വേണ്ട, സാറ് തന്നെ വരണം. സത്യത്തെ അതിനെ ഇൻവൈറ്റ് ചെയ്യാനും കൂടിയാ ഞങ്ങൾ വന്നത്. ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി. ഓഹോ. പ്ലീസ് സർ, കോളേജിലെ എല്ലാ കുട്ടികളുടെയും കോമൺ ഡിമാൻഡാ സാറിനെ തന്നെ കൊണ്ടുവരണമെന്ന്. പ്രസംഗിക്കാനൊന്നും വയ്യ കുട്ടി, നേരമില്ല. കണ്ടില്ലേ ഇവിടത്തെ അംഗം. പ്രസംഗിക്കണ്ട, പിന്നെ വെറുതെ ഒന്ന് ആള് കാണിച്ചിട്ട് പോരാനോ? മതി. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ മാത്രം നടത്തിയിട്ട് തിരിച്ചു പോരാം. ദാറ്റ് വി വിൽ അറേഞ്ച്. എന്നാ ഇത്? 14th. ഓ, ഷൂട്ടിംഗ് ആണല്ലോ. ഇത് മൊത്തം ഒരു 15 മിനിറ്റ്സിന്റെ കാര്യമേ ഉള്ളൂ. അപ്പൊ തന്നെ വിട്ടേക്കാം. നിങ്ങൾ ഇപ്പൊ എങ്ങനെയൊക്കെ പറയും? ഗോഡ് പ്രോമിസ്, 15 മിനിറ്റ് കൂടുതൽ എടുക്കില്ല. ഞങ്ങൾക്കും അറിയില്ല സാറിന്റെ ടൈമിന്റെ വാല്യൂ. ഉടനെ വിട്ടേക്കണം. വിടാ സർ.